പെട്ടെന്ന് അങ്ങനെ ഇരിക്കും അല്ലൂസിനൊരാഗ്രഹം ഒറ്റയ്ക്ക് കിടന്നുറങ്ങണമെന്ന്. ഇത്രയും നാൾ ഞങ്ങളെ വിട്ട് അപ്പുറത്തെ റൂമിലോട്ട് ഇരുട്ടത്ത് ഒറ്റയ്ക്ക് പോലും പോകാത്ത അവൾക്ക് സ്വന്തമായിട്ടൊരാഗ്രഹം വന്നപ്പോൾ എന്നാൽ ശരി സമ്മതിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവൾ വാശി പിടിച്ച് അപ്പുറത്തെ റൂമിൽ ടെഡിയൊക്കെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇത് പോയ എത്ര ദൂരം 5 മിനിറ്റ് കഴിയുമ്പോൾ എൻ്റെ അടുത്തേക്ക് വരുമെന്ന് പറഞ്ഞ് ഞാൻ ടാറ്റയ്ക്ക് പറഞ്ഞ് പോയി കിടന്നു. പക്ഷേ 5 മിനിറ്റും 10 മിനിറ്റും കഴിഞ്ഞിട്ട് അല്ലൂസിൻ്റെ ഒരു അനക്കവും ഇല്ല. എനിക്കാണെങ്കിൽ അവളില്ലാതെ പറ്റുന്നുമില്ല ഉറങ്ങാനായിട്ട്. അവിടെ എത്തിയപ്പോൾ ഞാനങ്ങ് ഞെട്ടി. എൻ്റെ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ച് അവളിതാ കയറി കിടന്ന് ഉറങ്ങുന്നു. പിന്നെ ഞാൻ ചാടി കയറി അവളുടെ അടുത്ത് കിടന്ന് കെട്ടിപ്പിടിച്ചാൽ കിടന്നായിരുന്നു. അപ്പോൾ ഉണ്ട് അവളെൻ്റെ അടുത്ത് പറച്ചില്ല, അമ്മ ഒന്ന് എണീറ്റ് പോകുമെന്ന്. അത് കേട്ടത് വല്ലാണ്ട് വിഷമമായി ഞാൻ നേരെ വന്ന് സോഫയിലിരിക്കുവാണ് കേട്ടോ. പക്ഷേ എൻ്റെ പ്രതീക്ഷകളൊക്കെ തെറ്റി, ചേട്ടനെയും പ്രതീക്ഷകളൊക്കെ തെറ്റി. അവൾ ഉറങ്ങി. ഞങ്ങൾ പിന്നെ രാത്രി ഒരു 2 മണിയൊക്കെ വന്ന് അവളെ എടുത്തുകൊണ്ട് ഞങ്ങളിടയിൽ കൊണ്ടുവരുന്ന കിടത്തി കേട്ടോ. പക്ഷേ പിറ്റേന്ന് രാവിലെ ആയപ്പോൾ അല്ലുവിൻ്റെ ചിന്തയാണ് കേട്ടോ ഇത്. അല്ലൂസ് അങ്ങ് വല്ലാണ്ട് ഷോക്കായിട്ടിരിക്കുവാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഓരോ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് അവളെ അങ്ങ് സമാധാനിപ്പിച്ചു.